ഹായ്, ഇത് വൈഷ്ണവ് അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറം. ഇവന് ലേണിംഗ് ലൈസൻസ് എടുത്ത് എൻ്റെ അടുത്തേക്ക് വരികയായിരുന്നു കേട്ടോ. അടുത്ത മാസമാണ് ഇവൻ്റെ ടെസ്റ്റ്, ഓഗസ്റ്റിൽ. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കുറച്ച്. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ച് അവന് പ്രാക്ടീസ് കൊടുക്കാൻ പറഞ്ഞു. അവന് 9 മണിക്കൂറാണ് ക്ലാസ്. ആദ്യം ഒഴിഞ്ഞ ഭാഗങ്ങളിലൂടെയും ഗ്രാമത്തിൻ്റെ റോഡിലൂടെ ഉൾഭാഗത്തുള്ള റോഡിലൂടെ നമ്മൾ കൊടുത്തു. കയറ്റം ഇറക്കം, കുത്തനെ കയറ്റം, ഇടവഴി പോലത്തെ റോഡുകൾ എല്ലാം കഴിച്ച് പിന്നെ പയ്യെ ടൗണിലൂടെയൊക്കെ എടുത്ത് ഫുൾ ട്രാഫിക്. അതായത് ആദ്യത്തെ 3 മണിക്കൂർ നമ്മൾ ഇതേപോലെ ഒഴിഞ്ഞ സ്ഥലത്തൂടെ കുത്തനെ ഇറക്കിറങ്ങി കേട്ടോ. കണ്ടോ, കുത്തനെ ഇറക്കണം. ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൂടെയൊക്കെ കൊടുത്ത് പിന്നെ പതുക്കെ ടൗണിലൂടെയൊക്കെ കടന്ന് പിന്നെ 4 മണി സമയത്ത്, വൈകിട്ട് 4 മണിക്ക് സ്കൂൾ വിടുന്ന ആ സമയത്ത് ഭയങ്കര ട്രാഫിക്കായിരിക്കും. ആ സമയത്ത് പിന്നെ അവരെ ടൗണ്, പെരിന്തൽമണ്ണ ടൗണാണ് അവരെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ടൗണ്. ആ ടൗണിലൂടെ ഫുൾ ട്രാഫിക്കിലൂടെ എടുത്ത് ഏകദേശം ഒരു 2.5 മണിക്കൂർ ടൗണിൽ തന്നെ. പെരിന്തൽമണ്ണ കുറേ കറങ്ങാണ്ടല്ലോ, 4 റോഡുണ്ട്, ബൈപ്പാസ് ഉണ്ട്. അങ്ങനെ 2.5 മണിക്കൂറോളം പെരിന്തൽമണ്ണ ടൗണിലൂടെ കൊടുത്ത് പിന്നെ വീട്ടിലേക്ക് കൊടുന്നു. വീട്ടിലേക്ക് കയറാൻ വഴിയൊക്കെ നല്ല വഴിയാണ്, പക്ഷെ ഒരു കുത്താണ്. പെട്ടെന്ന് ഒരു ഹമ്പ് പോലത്തെ ഒരു കുത്ത് പോലത്തെ, അതും കയറ്റാനൊക്കെ പഠിപ്പിച്ച് സാറ്റിസ്ഫൈഡ് ആയത്. പിന്നെ 9 മണിക്കൂറുണ്ട് കേട്ടോ. കാരണം ഇവന് സ്റ്റിയറിംഗ് ബാലൻസ് ഒന്നും ശരിക്കുണ്ടായിരുന്നില്ല. ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ടുണ്ട്, നല്ല സ്റ്റിയറിംഗ് ബാലൻസ്, എങ്ങനെ വണ്ടി ഓടിക്കണം, എങ്ങനെ പെട്ടെന്ന് ഓടിക്കണം ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പിന്നെ അതുപോലെ റിവേഴ്സ് ബൈ റൂട്ടിക്ക് റിവേഴ്സ് എടുത്ത് തിരിച്ചു പോരൽ, അങ്ങനെ ടേൺ എടുക്കൽ, അങ്ങനെ വണ്ടി കൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ എന്തൊക്കെ ചെയ്യുന്നത് എല്ലാം പഠിപ്പിച്ച് കോഴ്സ് കഴിഞ്ഞു. ട്രാഫിക് വണ്ടിയിൽ നല്ല ട്രാഫിക്കാണ്. പെരുന്തൽമണ്ണ സ്കൂൾ വിട്ട സമയമായിരുന്നു. അപ്പോൾ സ്കൂൾ കുട്ടികളെ എല്ലാം കിട്ടി. പിന്നെ മേൽപ്പാലം, അങ്ങാടിപ്പുറം മേൽപ്പാലം ഒക്കെ ട്രാഫിക് എല്ലാം കിട്ടി സാറ്റിസ്ഫൈഡ് ആയിട്ട്. ഓഗസ്റ്റിലാണ് അവന് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഓഗസ്റ്റിലാണ്. ഇതാണ് നമ്മളെ ക്ലാസ്. നമുക്ക് ശരാശരി 12 മണിക്കൂറാണ്. 6 മണിക്കൂറുകൊണ്ട് എക്സ്പീരിയൻസ് ആയവരുണ്ട്, 7 മണിക്കൂറുണ്ട്, 9 മണിക്കൂറുണ്ട്, 12 മണിക്കൂറുണ്ട്, 14 മണിക്കൂറുണ്ട്. 12 മണിക്കൂർ കഴിഞ്ഞ് 14 മണിക്കൂർ എടുത്തവരുണ്ട്, 16 മണിക്കൂർ എടുത്തവരുണ്ട്. മാനുവലാണ് കേട്ടോ വണ്ടി. ഓട്ടോമാറ്റിക്കലി നമ്മൾ ശരാശരി 10 മണിക്കൂറാണ്. അത് കുറഞ്ഞ ടൈം എടുത്തവരുണ്ട്, കൂടിയ ടൈം എടുത്തുണ്ട്. അപ്പോൾ അവനവൻ്റെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനനുസരിച്ചായിരിക്കും മണിക്കൂർ. ചിലപ്പോൾ നേരത്തെ കഴിയാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ശരാശരി ടൈമിൽ നിന്നും മുന്നോട്ട് പോവാം. നമ്മൾ പല ടൈമിലാണ് കേട്ടോ ക്ലാസ്, അതായത് പല ടൈം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യമല്ല ഈ 12 മണിക്കൂർ കേട്ടോ, ഒറ്റ ഇരിപ്പിനല്ല. 3 മണിക്കൂറിൻ്റെ ഓരോ പോർഷനാണ്. 3 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റ്, ഭക്ഷണം കഴിക്കുക, എന്തൊക്കെ വീട്ടിലേക്ക് വരാം. അത് കഴിഞ്ഞ് ഞാനും എവിടേക്കെങ്കിലും പോയിട്ട് തന്നെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് ഞാനും വരും. ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് വരും. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത പോർഷൻ. അപ്പോഴേക്കും ഒരു ദിവസത്തെ ക്ലാസ് കഴിയും. 6 മണിക്കൂർ എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് 6 മണിക്കൂർ ക്ലാസ്, 2 പോർഷൻ. പിറ്റേന്ന് എക്സ്പീരിയൻസിന് അനുസരിച്ച് പിറ്റേന്ന് അങ്ങനെ പിറ്റേ ദിവസം അങ്ങനെ 2 ദിവസം കൊണ്ടാണ് ക്ലാസ്. 12 മണിക്കൂർ. 10 മണിക്കൂറാണെങ്കിൽ അങ്ങനെ തന്നെ. ഒരു ദിവസം 6 മണിക്കൂറേ എടുക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മളെ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമ്പറൊക്കെ ഇതിൽ തന്നെ ഉണ്ട്, താഴെയുണ്ട്. ആളുകൾക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിളിക്കാം. നമ്മളെവിടെ വന്നും പഠിപ്പിക്കും. ഓക്കെ, എൻ്റെ വീട് തൊട്ട് പഠിപ്പിക്കുന്ന വീട് വരെ എത്ര ദൂരം ഉണ്ടോ
അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ. നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജ്, നമ്മളിവിടുന്ന് ആ വീട് വരെ എത്താനുള്ള ചാർജ്. വീട്ടിൽ വണ്ടി വേണം കേട്ടോ. ലൈസൻസ് എടുത്തവരാകട്ടെ, ലേണിംഗ് ലൈസൻസ് എടുത്തവരാകട്ടെ, നോ പ്രോബ്ലം. വീട്ടിൽ വണ്ടി വേണം. വണ്ടി ഇല്ലാത്തൊരു വാടകയ്ക്ക് എടുത്ത് പഠിക്കാം. പക്ഷേ ടൈം പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയായിട്ട് പോയി തുടങ്ങണം. നമ്മൾ അതൊരു പഠിച്ച ഒരു സാധനം അവിടെ എടുത്ത് സൂക്ഷിച്ചെടുത്ത് വെക്കാനുള്ളത്. അത് ഉപയോഗിക്കുമ്പോഴാണ് കൂടുതൽ നിങ്ങൾ എക്സ്പീരിയൻസ് ആവും. അത് നിങ്ങൾ വീട്ടിൽ ഞാൻ പഠിച്ചിട്ട് ഇരിക്കും തോറും നിങ്ങൾ അൺഎക്സ്പീരിയൻസ് ആയി വരും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തപ്പിൽ വരും. ഇപ്പോൾ ഇന്നത്തെ പോലെയല്ല, നാളത്തെ പോലെയല്ല വണ്ടികൾ. നിരത്തിലെ വണ്ടികൾ ദിവസവും കൂടി വരികയാണ്. അതിനനുസരിച്ച് നിങ്ങൾ വീട്ടിലിരുന്നാൽ നിങ്ങൾ താഴ്ന്നു പോകും. നിങ്ങളെ കഴിവ് സ്കില്ല് താഴ്ന്നു പോകും. നിങ്ങളെന്നും മിക്കവാറും എന്നൊന്നല്ല, നമുക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ വണ്ടി എടുത്താൽ അത് നിങ്ങളെ മാറ്റി കൂടി വരും. നിങ്ങൾ ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസ് ആയിട്ട് കൂടുതൽ മാറ്റി കൂടും നിങ്ങൾക്ക്. ഓക്കെ. ആത്മാവിൻ സങ്കല്പമിന്നിങ്ങനെ മിണ്ടാതെ മിണ്ടുന്നതെന്തോ ഓർക്കാതിരുന്നപ്പോൾ എന്നുള്ളിൽ നീ വന്നു. തിരശീല മാറ്റും ഓർമ്മ പോലവേ സഖി ഒരു നാളമായി പൂത്തുലഞ്ഞു നീ നിന്നെന്തിനോ അരികിലെ പുതുമന്ദാരമ